കുട്ടികളുടെ വെറൈറ്റി സ്കൂൾ ബാഗുകൾ, ലാപ്ടോപ്പ് ബാഗുകൾ, അതും പല കളറിലുള്ള ലാപ്ടോപ്പ് ബാഗുകൾ, ലേഡീസിന്റെ ഹാൻഡ് ബാഗുകൾ, അതും പല നിറത്തിലുള്ളത്, അതേപോലെ ട്രാവൽ ബാഗ്, അതും ഹൈ ക്വാളിറ്റിയുള്ള ട്രാവൽ ബാഗ്, പിന്നെ ജൂട്ടിന്റെ ഈ ഒരു ഫയൽ കണ്ടില്ലേ. അതേപോലെ തന്നെ നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കവറുകൾ, അതേപോലെ തൊപ്പി, അതും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് തന്നെ. ഇതൊന്നും പോരാഞ്ഞ് തന്നെ വേറൊരു സംഭവം ഉണ്ട്. എന്താന്നല്ലേ, ഇതാണ് ഫുഡ് ഡെലിവറി ബാഗ്. ഈ ഫുഡ് ഡെലിവറി ബാഗിനും ഹൈ ക്വാളിറ്റി തന്നെയാണ്. ഇത്ര വിലക്കുറവിലും ഇത്രയും ക്വാളിറ്റിയിലും എവിടെയാണ് ഇതൊക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? അതാണ് നമ്മുടെ പന്തളത്തുള്ള നേച്ചർ ബാഗ്സ് ആൻഡ് ഫയൽസ്. പത്തനംതിട്ട കുടുംബശ്രീ മിഷന്റെ കീഴിൽ പന്തളത്ത് 10 വർഷം മുൻപ് തുടങ്ങിയ ഒരു കുടുംബശ്രീ സംരംഭമാണ് നേച്ചർ ബാഗ്സ് ആൻഡ് ഫയൽസ്. സ്കൂൾ ബാഗുകളാണ് ഇപ്പം പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ യൂണിഫോമുകൾ, ചില ഡ്രസ് മെറ്റീരിയൽസ്, റെഡിമെയ്ഡ് ഡ്രസ് മെറ്റീരിയൽസ് എല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാം ഓർഡർ കിട്ടുന്ന അനുസരിച്ച് ചെയ്തു കൊടുക്കുകയാണ് പതിവ്. പിന്നെ ബാഗുകളും ഫയലുകൾ, അതോടൊപ്പം ജൂട്ട് ബാഗുകൾ, എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് കൂടുതലായിട്ട് അതിനെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സംരംഭം മുന്നോട്ട് നീങ്ങുന്നത്. നമ്മുടെ വിവിധ പഞ്ചായത്തുകളിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ആവശ്യമായ യൂണിഫോമുകൾ ഞങ്ങൾ കുറേ വർഷമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നഴ്സിംഗ് കോട്ടുകൾ വിവിധ ഹോസ്പിറ്റലുകളിലേക്ക്, പ്രത്യേകിച്ച് നാഷണൽ ഹെൽത്ത് മിഷൻ അതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നഴ്സിംഗ് കോട്ടുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മറ്റേ ഫ്ലിപ്കാർട്ട് പോലെയുള്ള പിന്നെ അവർക്ക് സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ബാഗുകൾ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫീഡ് ദ ഫ്യൂച്ചർ എന്ന ഒരു വലിയ പ്രോഗ്രാം ഇന്ത്യയിൽ വെച്ച് നടത്തിയപ്പോൾ അത് കേരളത്തിൽ വെച്ചായിരുന്നു അതിൻ്റെ പ്രധാന പരിപാടികളൊക്കെ നടന്നിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 28 രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഔദ്യോഗിക പ്രതിനിധികൾ സന്ദർശിച്ചപ്പോൾ അവരും നമ്മുടെ യൂണിറ്റ് സന്ദർശിച്ചിരുന്നു. ഹരിത കേരള മിഷനും കേരള കാലാവസ്ഥാ വ്യതിയാന വകുപ്പും ചേർന്ന് 2018 ഒരു പുരസ്കാരം നൽകി ആദരിച്ചിരുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ സ്വീകരിക്കാൻ കഴിഞ്ഞു. കൂടുതൽ എക്കോ ഫ്രണ്ട്ലി ബാഗുകൾ നിർമ്മിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് അങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചത്. പിന്നെ മനോരമയുടെ പെണ്ണൊരുമ പുരസ്കാരം 2019 ലഭിച്ചിരുന്നു. അതിനുശേഷം പല വർഷങ്ങളിലായിട്ട് പത്തനംതിട്ട ജില്ലയിലെ മികച്ച സംരംഭകർ എന്ന നിലയിലും മികച്ച കുടുംബശ്രീ സംരംഭകർ എന്ന നിലയിലും ഒക്കെയുള്ള അംഗീകാരങ്ങൾ, അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്.